ഹായ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരു ഒരു 1 ഡേ സ്റ്റേക്കേഷന് വേണ്ടി പോവുകയാണ്. നമ്മൾ മാത്രമല്ല, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2-3 ആൾക്കാരും കൂടി ഉണ്ട്. അപ്പോൾ അവരും അവരുടെ ഭാര്യമാരും അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ജിദ്ദിയേട്ടൻ കാര്യമായിട്ടുള്ള ഡ്രൈവിങ്ങിലാണ്. ജിദ്ദിയേട്ടൻ്റെ പത്നി ശ്രീ ഇപ്പോഴത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗവിയിലേക്കുള്ള യാത്ര പോലെയാണ് പോകുന്നത്. ഒരു എന്താ പറയുക, നമ്മൾ ഈ കുഞ്ഞി കാറിൽ നമ്മൾ ഇത്ര ആൾക്കാരാണ് പോകുന്നത്. ഇരിക്കുന്നതാണ് രാഹുലേട്ടൻ. ഇത് രാഹുലേട്ടൻ്റെ പത്നി ശില്പക്കുട്ടി. പാവം കുട്ടി ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡ് ആക്കുന്നില്ല. അപ്പം എൻ്റെ ഓൻ പറയുന്നത് മതിയാക്കി നിർത്തുമോ നമ്മൾ? ഇല്ല, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കും. പിന്നെ എന്താ പറയണ്ടേ, തമ്പലൈനിൽ കൊടുത്ത പോലെ നിങ്ങൾ ഫസ്റ്റ് ആനിവേഴ്സറി, ഫസ്റ്റ് ഹണിമൂൺ എന്നെല്ലാം പറയുമ്പോൾ അതെ, നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ പോയി നിന്നിട്ടില്ല. പക്ഷെ എന്താ പറയണ്ടേ, ഞാൻ പോയിട്ടുണ്ട് ആളപ്പുരം പഞ്ചാബിലെല്ലാം പോയിട്ട് 3 മാസത്തോളം നിന്നിട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഉമ്മിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം കാര്യമായിട്ടുള്ള ഡ്രൈവിങ്ങിലാണ് ജിദ്ദിയേട്ടൻ. നമ്മൾ ഏകദേശം എത്താൻ നമ്മളെ വീട്ടിൻ്റെ അടുക്കുന്ന അത്രയേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ജിദ്ദിയേട്ടനെല്ലാം അങ്ങ് ഓരോ വീടങ്ങ് ബേക്കൽ കോട്ട, ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തിലേക്കുള്ളതായിരിക്കും. അപ്പം ആടുന്ന് നമ്മളെ വീട്ടിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്. രാവിലെ ആയിട്ട് പിന്നെ എത്തുന്നില്ല, പയ്യന്നൂരിൽ എല്ലാവരും നമ്മളെ വീട്ടിൽ വന്നിട്ടേനും പിന്നെ ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ അവരെ വണ്ടി നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ പോകുന്നത്. ഇപ്പത്തും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഗൈഡ് ലൈൻ എൻ്റെ ഭർത്ത് വന്നു. പക്ഷേ അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നു സെർബസോണിക് റിസോർട്ട്. എവിടെയപ്പോൾ ജോസ്ഗിരി. മാലയിട്ട് സ്വീകരിക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായി മാല ഉണ്ടാക്കി നമ്മൾ സ്വന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് സ്വീകരിക്കുകയാണ് കണ്ടത്. അപ്പം ഇതൊരു നല്ല സ്ഥലമാണ്, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വരാൻ നല്ല ഒരു ഇതാണ്. പക്ഷേ ഇങ്ങനെ പുറത്തൊന്നും പോയിട്ട് കാണാൻ മാത്രം വലിയ ഒന്നുമില്ല. ഒരു തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയും നമ്മൾ പോയിനി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ രാത്രിയാകുമ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ട്. അതെല്ലാം തന്നെ. പിന്നെ അത്രയും ഉണ്ടായിരുന്നല്ലോ, ഒരു ഉച്ച തൊട്ട് പിറ്റത്തെ ഉച്ച വരെയാണ് ഉണ്ടായത്. അപ്പം പിന്നെ ആ ഒരു സമയം അങ്ങനെ ഇതാക്കി നമ്മൾ. പകുതി മുക്കാൽ സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ് ഉണ്ടായത്. പിന്നെ അപ്പം നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കയറിയതാണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ആടെ കുറേ സിനിമാ നടന്മാരെല്ലാം ഫോട്ടോ വെച്ചിട്ട് അതിനെല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ അവരെ ഫോട്ടോനെ പറ്റി എന്തൊക്കെയോ ചർച്ചയിലാണ്. അതിനിടയ്ക്ക് നിനക്ക് ഞാൻ മാലയിട്ട് തന്നതല്ലേ, അപ്പോൾ എനിക്ക് മാലയിട്ട് താന്നും പറഞ്ഞിട്ട് ഒരാളുടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന. പറ്റിച്ചേ കുട്ടി. പിന്നെ ഒരു ആട്ടും കിട്ടി ശ്രീക്ക് ഓളവക. അതോടുകൂടി അവരങ്ങോട്ട് പോയി. അതിനുശേഷം റിസപ്ഷനിൽ ആരുമില്ല, അവർ വരാൻ വേണ്ടി കാത്തിക്കുന്നതിനു. അപ്പം ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഇങ്ങനെയുള്ള കുറച്ച് കളികളൊക്കെ കളിക്കുക. അപ്പുറത്ത് ഏണി പാമ്പുണ്ടായിന്, അത് നമ്മൾ കണ്ടിട്ടില്ലടോ, പോവാനാകുമ്പോൾ കണ്ടേ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോയിട്ട് നമ്മൾ ഗേൾസ് അത് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പിന്നെ ക്യാരംസ്, ഫുട്ബോൾ, വോളിബോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര. അതിനിടയിൽ അവർ വന്ന് കാര്യമായിട്ട് എല്ലാം എഴുതി കൊടുക്കുന്ന. ഇപ്പോൾ പറയുന്നുള്ളൊന്നും തോന്നരുത്, നല്ല കയ്യക്ഷര എന്തോ ആയിക്കോട്ടെ. കാര്യമായിട്ട് ഇങ്ങനെ എഴുതി ഇതാക്കുന്നത്. അപ്പം എല്ലാ ഫോമെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഒരാൾ ഓരോ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം പിന്നെ ശില്പ പറഞ്ഞ് നീ എല്ലാവരും ഇത് എടുക്കുന്നില്ലേ, ഞാൻ നിനക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ കുട്ടി എനിക്ക് വീഡിയോ എടുത്തിരുന്ന. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം ടൂറല്ല റൂം. അപ്പോൾ ഇത് ഈ ഒരു ഇതിൽ നല്ല ഒരു വൃത്തിക്ക് ഇപ്പേ കാണാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര വൃത്തിയില്ല. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം കാണിച്ചു തന്ന ബാത്റൂം, അത് ബെഡ്, പിന്നെ ഇവിടെയൊക്കെ ഉണ്ടാവും ഞാൻ എവിടെ നോക്കിയാലും ഞാൻ. അപ്പം ഇതാണ് കബോർഡ്. അപ്പം ഇതിനുള്ള ഹെയർ ഡ്രയറിലുണ്ട്. ഞാൻ ചെന്നിന് ഈ ഹെയർ ഡ്രയറിൽ ഇവിടെ വെച്ചിരുന്നു. പിന്നെയാണ് എനിക്കത് ആ സത്യം മനസ്സിലായത്, അത് വേണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ഇനി എന്താണ് പ്ലാൻ എന്ന് നമ്മൾ കൂലങ്കഷിതമായി ആലോചിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു ലൈമെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്, വരുമായിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ. അപ്പം എന്താണ് അടുത്ത പ്ലാൻ?
പിന്നെ സ്വിമ്മിംഗ് പൂളിൽ തുള്ളാന്ന് പറയുമ്പോൾ രാഹുലേട്ടൻ പറയുന്നത് ഇപ്പം തുള്ളല്ല കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇവർ ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പോലും. അപ്പം എന്നത് കഴുത കളിക്കുക അങ്ങനെയാണെന്ന് ഇവർ പറയുന്നുണ്ടായിനി. എനിക്ക് പിന്നെ ഇതിനെ പറ്റിയിട്ട് അറിയില്ല. എന്നെ ചിലപ്പോൾ പഠിപ്പിച്ചെന്നിനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ആ ഒരു ഇതിൽ. പക്ഷെ എന്നാലും എനിക്കത് അത്ര ഒരു മുക്കാൽ ഭാഗമേ മനസ്സിലായിട്ടില്ല. പക്ഷെ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഞാൻ കളിച്ചിനി. അപ്പം നമ്മളെ ലൈമ് വന്നു. ശില്പക്ക് കാലിന് ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് കുട്ടിക്ക് മാത്രമാണ് സ്പ്രൈറ്റ്. അപ്പോൾ കുട്ടിക്ക് ഈ പുളിയുള്ള സാധനങ്ങളൊന്നും തിന്നാൻ പാടില്ല പോലും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കുട്ടി മാത്രം ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം കുറച്ചും കൂടി ഒരു വൈകുന്നേരം ആയാലും അവർ പറഞ്ഞു കുറച്ച് മേലെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സ്ഥലം കാണിച്ചു അവിടെ പോയി കഴിഞ്ഞാൽ വ്യൂ ഉണ്ട് അവിടെ പോയിക്കോന്ന് പറഞ്ഞു. നമ്മൾ ആ വ്യൂ കാണാൻ വേണ്ടി പോയതാ. പക്ഷേ ഈടെ അങ്ങനെ വലിയ വ്യൂ ഒന്നുമില്ല. ഇങ്ങനെ മല മാത്രം കാണാം. പിന്നെ വെറുതെ അവിടെ ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇതാ ഓരോരാളിങ്ങനെ ഫോണും കുത്തിയിട്ട് അവിടെ ഇവിടെയെല്ലാം ഇരിക്കുന്നത്. അതിനിടയിൽ ഞാൻ അപ്പോൾ അവിടെ പോയത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റി എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കാണാത്ത കുറച്ച് ഫോട്ടോസ് എടുക്കുക അത്രയേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്നാലും നമ്മൾ രാവിലെ പറഞ്ഞു ഇപ്പോൾ ഇറങ്ങേണ്ടെന്ന്. പക്ഷേ ഇനി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തണുപ്പ് കൂടുന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങാൻ പോകുന്നതാണ്. പിന്നെ കണ്ട 2 ഭർത്താക്കന്മാർ 2 ഭാര്യമാർ പുറകിൽ വരുന്നുണ്ട്. അവരെ ഒന്ന് പിടിക്കണമെന്നോ അതാക്കണമെന്നോ അങ്ങനെ പറയാൻ കാരണം എൻ്റെ ചെരുപ്പിന് തീരെ ഗ്രിപ്പില്ലടോ. ഒരു നെരങ്ങലിന് അങ്ങ് ചിലപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഞാൻ എത്തും. അപ്പോൾ അവൻ്റെ സ്ത്രീ എല്ലാം കണ്ട് എൻ്റെ സ്ത്രീ എന്നെ താങ്ങി പിടിച്ച് താഴെ വരെ എത്തിച്ച്. അതാണ് എൻ്റെ മോള്. അപ്പം ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിറങ്ങിയ വീഡിയോ എടുക്കുന്നതാണ്. ഓൾ ഇറങ്ങാൻ ലേശം വൈകിന്. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്ന വെള്ളത്തിൽ നമ്മൾ തൊട്ടാ കാക്കയെല്ലാം കളിക്കുന്നതിനു. അപ്പം ആരോ കാക്കയായിട്ടുണ്ട്. അപ്പം അയാളെ തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഓടുന്ന ആ ഒരു ഇതെല്ലാം. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറെല്ലാം സെറ്റ് ചെയ്ത് ക്യാമ്പ് ഫയറിൽ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം പറയുന്നത്. എൻ്റെ ഫോണിൽ ചാർജില്ല. എൻ്റെ ഫോണിൽ ഇപ്പം എന്താണെന്നറിയില്ല പെട്ടെന്ന് ചാർജ് തീരുന്നു. അപ്പം പിന്നെ കുറച്ച് സമയം കുറച്ചൊരു വീഡിയോ എല്ലാം എടുത്ത് ഇതിലാക്കുമ്പോഴേക്ക് ചാർജ് തീരുന്നതുകൊണ്ടേ ഈ പിന്നെ എന്താണെന്ന് പറയണ്ടേ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കത്തുന്ന ഭാഗം മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പം പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞ ആ തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ വലിയൊരു തണുപ്പോ അല്ലെങ്കിൽ ഫോഗ് അങ്ങനെ പറയാനൊന്നും ഉണ്ടായില്ല. ഒരു സാധാരണ നമ്മളെ നാട്ടിലെ പോലെ തന്നെ നാട്ടിൽ എനിക്കൊന്ന് പിന്നെയും ഉണ്ട് തോന്നുന്നു. പക്ഷേ ഈടെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ചിലപ്പോൾ നമ്മൾ എണീക്കാൻ ലേശം വൈകിയത് കൊണ്ടാണോ എന്നറിയില്ല. എണീക്കാൻ വൈകിയതെന്നല്ല 7 മണിയാകുമ്പോൾ നമ്മൾ പോകാൻ എല്ലാവരും റെഡി ആയി. എന്നാലും വലിയൊരു തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇതെന്ന് പറയാൻ ഉണ്ടായില്ല. അപ്പം നമ്മൾ കണ്ടു തൊപ്പിയൊക്കെ ഇട്ട് റെഡിയായി. പിന്നെ എന്നെ കണ്ടാലെല്ലാം തൊറോത്തി മദമ്മ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തൊറോത്തി മദമ്മേനെ പോലെ തോന്നുന്നുണ്ടോ? അപ്പം ആരും എന്നോട് രാവിലെ എല്ലാവരും പുറത്ത് പോയി. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ശ്രീ എന്തോ കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതിനിടയിൽ ഓളും 2 ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. നിങ്ങൾ ഈ കാണുന്ന മനുഷ്യനില്ലേ ഇയാൾക്ക് ഒരേ ഭാവയിൽ ഒരു സായി ഭാവം. അയാളോട് ഞാൻ ചോദിക്കും നല്ല ചിരിയായിട്ട് നിങ്ങൾക്കൊന്ന് ചിരിച്ചുകൂടെയെന്ന്. ആടോ ഇങ്ങനെയുള്ളൊരു ഭാവമാണ്. രാഹുലേട്ടൻ ഇങ്ങനെ മന്ദമാരുതനായി നടന്നു വരികയാണ്. മല കയറുമ്പോൾ വെള്ളം വേണ്ടേന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു വെള്ളം കുപ്പിയെല്ലാം എടുത്തിട്ടാണ് നടന്നു വരുന്നത്. പാവം എൻ്റെ സ്ത്രീ പറയുന്നത് എടോ ഈ ചിരിക്കാത്ത ഈ മനുഷ്യനെ ഞാൻ കല്യാണത്തിന് എങ്ങനെ അത്ര സമയം ഒരു ഭാവവും ഇല്ലല്ലോ എന്ന് എനിക്ക് പാവം സങ്കടം കൊണ്ട് പറഞ്ഞു. ജിതിയേട്ടാ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിരിച്ച് കാണിട്ട് ചിരിക്കും. പക്ഷെ പുഞ്ചിരി മാത്രമേ ഉള്ളൂ. അയാൾക്ക് എപ്പോഴും ഗൗരവഭാവം. അപ്പം നമ്മൾ തിരുനെറ്റിക്കല്ലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പോന്നതിനൊരു കഥയുണ്ട്. പോന്നതല്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോന്നതാ. 2 പ്രാവശ്യം നമുക്ക് വഴി തെറ്റി. 2 പ്രാവശ്യം. മാപ്പ് ഇട്ടതാരാ? വേറെ ആരുമല്ല എൻ്റെ ഒരേ ഒരു ഓൻ എൻ്റെ സ്വന്തം ഭർത്തു. കാരണം നമ്മളെ പുറകിലാണ് ശില്പിയും രാഹുലേട്ടനെല്ലാം വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മളെ ഇത് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വഴി തെറ്റും തോറും അവർക്കും വഴി തെറ്റുന്നു. ലാസ്റ്റ് അവർ സ്വന്തമായി ഗൂഗിൾ മാപ്പ് ഇട്ടു. അപ്പോൾ അതിലെ കൂടി പോകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കിപ്പം നല്ലൊരു ഒരു രസം മലയിൽ ഇങ്ങനെ ആയിട്ട് രസം തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ്. പക്ഷേ ഈ നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഇത് ഈ ഫോണിലെ കൂടി എടുക്കുമ്പോൾ ഒന്നാമത് വണ്ടി പോകുന്നതിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് മോശമായിരുന്നു. പക്ഷെ എല്ലാവരുമായിട്ട് ഇങ്ങനെ പോകുമ്പോഴെല്ലാം നല്ല രസമാണ്. നല്ല ഒരു വൈബായിട്ട് നല്ലൊരു മൂഡ് കണ്ടോ ആകാശമെല്ലാം നോക്കി നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി. ആദ്യത്തെ വഴി തെറ്റിയേ. രണ്ടാമത്തെ വഴി തെറ്റിയതാ. എന്നിട്ട് അടുത്ത ഗൂഗിൾ മാപ്പ് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് പറയുന്നത് ഞാനിതാ എത്തിയല്ല നിങ്ങളിതാ എത്തിയെന്ന്.
എന്നാൽ എത്തണ്ടേ എത്തുന്നുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ പോകുന്ന പക്ഷെ നമ്മളെ നിങ്ങൾ വഴി തെറ്റിയാലും പ്രശ്നമില്ല, നമ്മൾ നിങ്ങളെ പുറകിൽ തന്നെ ഉണ്ടെന്ന് കട്ടയൊക്കെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ പുറകിൽ പിന്നെ രാഹുലേട്ടനെല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊരു വിഷയമാക്കണ്ട. നിങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളോട് അവരും മാപ്പ് ഇടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം നമ്മൾ തിരുനെറ്റിക്കല്ലിലെത്തി. അപ്പോൾ തിരുനെറ്റിക്കല്ലിൽ നമ്മൾ മല ഇങ്ങനെ കയറുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരിക്കൽ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പോയ തിരുനെറ്റിക്കല്ലേ അല്ല ഇന്ന് ആ തിരുനെറ്റിക്കല്ല്. ഫുള്ള് മാറി, ഫുള്ള് കാടും എന്താ പറയണ്ടേ, അങ്ങോട്ട് കയറാൻ വഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയായിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ പോയ സമയം അല്ലാത്തതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. കണ്ട എൻ്റെ ഓൻ കണ്ട. നമ്മൾ സാധാരണ ഈ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരും ആകർഷണീയല്ലേ മെല്ലെ വേണ്ട, ഇത് വികർഷണീയ. ഞാൻ അടുത്ത് വരുന്നവർ ആൾ ഓടി മുകളിൽ കയറുകയ്യ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചെരുപ്പാണ് എന്നെ ഇതാക്കീന്. കാരണം എനിക്കറിയാതെ എൻ്റെ പക്ഷേ അങ്ങനത്തെ ചെരുപ്പല്ലാണ്ട് വേറെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. ഈ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സാധനം ആ കുന്തത്തിനില്ല, ഒരുമാതിരി സൗണ്ടും ഒരിതും. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കണ്ട ഞാൻ കയറുമ്പം കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. അതെങ്ങനെയുണ്ട് കണ്ടോ, മനോഹരമായ ദൃശ്യങ്ങൾ. അതിരാവിലെയുള്ള ആ മലക്കെട്ടുകളിൽ നിന്നൊക്കെ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടോ. അങ്ങ് കാണുന്ന ആ കുരിശിൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് പിന്നെ കുറച്ച് അങ്ങോട്ട് വരെ റോഡൊന്നും മോശമൊന്നുമില്ല. പക്ഷെ കുറച്ച് അങ്ങ് എത്തുമ്പം പിന്നെ റോഡ് മനസ്സിലാവുന്നില്ല, ഫുള്ള് കാട്. ഇനി നമ്മൾ വന്നത് സീസൺ ആവാത്തതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, ഇനിയും വൃത്തിയാക്കുമോയെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഭയങ്കര ഒരു കാടും കാടും ഫുള്ള് ഇത് ഫുൾ നമ്മളാണ് വഴി കണ്ടുപിടിച്ചതെന്ന് പറയുന്ന പോലെ. പിന്നെ മറ്റേ ഡോറ ബുജ്ജിയിലെ മാപ്പിനോട് മാപ്പ് വഴി എവിടെയെന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പോയിന്. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലേനും. ഒരു മരമല്ല, ഒരു ചെടിയിൽ ഇങ്ങനെ ചാഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഗുഹേൻ്റെ ഉള്ളിൽ നോണ്ട് കയറുന്ന പോലെ നമ്മൾ കയറിപ്പോയി. പക്ഷേ ഇതെല്ലാം കയറി നല്ല എന്താ പറയണ്ടേ, ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു രസമായിരുന്നു. കാരണം ഓരോ സ്ഥലത്ത് ഓരോ ഇതെന്ന് പറയുന്ന കണക്ക് എല്ലാവരും കൂടി ഉണ്ടാകുമ്പം അതൊരു രസമായിട്ട് അങ്ങനെ പോയി. പക്ഷേ എനിക്ക് ഈ കയറുമ്പോഴെല്ലാം എൻ്റെ ചെരുപ്പായിരുന്നു എന്നെ പറ്റിച്ചത്. ഒരു വൃത്തികെട്ട ചെരുപ്പ്. കയറുമ്പോൾ നമുക്ക് പിന്നെയും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മളുടെ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് തിരുനെറ്റിക്കല്ല്. അപ്പോൾ ഈ കാണുന്ന നല്ല രസമില്ലേ, കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വൈബാണ്. പക്ഷെ ഇവിടെ എത്തുന്ന വരിയിലെ സാഹസികതയാണ്, ഇതൊന്നൊന്നര സാഹസികത. അപ്പം ജിതിയേട്ടൻ ആ പാറേൻ്റെ മുകളിൽ കയറാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ള ആ പാറ അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് വളരെ മനോഹരമായ ദൃശ്യം. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ അങ്ങനെ മഞ്ഞ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയ തണുപ്പും അതെല്ലാം ഉണ്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നില്ല. അല്ലാണ്ട് വല്ല മഞ്ഞും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പാവം ശ്രീ നോക്കുന്നതാണ് എത്ര നീളം എത്ര വീതി എന്നല്ലേ ഇങ്ങനെ നോക്കുന്ന. പിന്നെ അധികം നേരം നമ്മളവിടെ നിന്നില്ല. കാരണം രാഹുലേട്ടനും പിന്നെ ശില്പയും വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ശില്പയ്ക്ക് ഒരു കാല് വേദന ഉണ്ട്. അപ്പോൾ അധികം കയറി കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര, അപ്പോൾ പകുതി കയറിയിട്ട് പിന്നെ താഴെയില്ല ഒരു കല്ലിൻ്റെ മുകളിലായിട്ട് ഇരുന്നിനി. അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുന്ന എൻ്റെയും ഓനോ കണ്ടോ വളരെ മനോഹരമായിട്ടില്ലേ, തൊപ്പിയൊക്കെ വെച്ചിട്ട്. അതാണ്. അപ്പോൾ എന്തോ കാര്യമായിട്ട് എന്നോട് എന്തോ ചോദിക്കുന്നതായിട്ടുണ്ടായിന്. അതാണ് പിന്നെ അവിടെ നിർത്തിയിട്ട് തിരിച്ചു വന്നത്. ഈ സമയത്തെല്ലാം ഞാൻ ചെരുപ്പ് കൈമേലും പിടിച്ചിട്ട് നടക്കുന്നു. കാരണം ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ കൈമേൽ പിടിച്ചാൽ തന്നെ ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതിസാഹസ്യമായി ചെരുപ്പൊക്കെ കൈമേൽ പിടിച്ചിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ മന്ദം ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മളിതാ രാഹുലേട്ടനും ശില്പിയിലെ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ അവർ ഇവിടുന്ന് എന്തോ ഒരു സാധനം കിട്ടിയിട്ട് അവർ സ്വന്തമായി പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കല്ലുമ്മൽ ശില്പ രാഹുൽ എന്നെല്ലാം എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അടുത്ത് വിശക്കലായി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന. അപ്പം നമ്മൾ തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്ക് ഫുഡെല്ലാം റെഡി ആയിരുന്നു. പുട്ട്, കടലക്കറി, പഴം പുഴുങ്ങിയത്, മുട്ട, ബ്രെഡ്, അങ്ങനെ ഓംപ്ലേറ്റ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ നമ്മൾ പോവാനുള്ള എല്ലാമായി. അപ്പം ജിതിയേട്ടനും പിന്നെ ശ്രീയും നമ്മളെ റൂമിലേക്ക് വന്നു. അവരെല്ലാം റെഡി ആയിട്ട് നമ്മളെ റൂമിലേക്ക് വന്ന് കുറച്ച് വർത്താനം പറഞ്ഞു. അപ്പോഴത്തേക്കും ശില്പയും രാവിലെ പറഞ്ഞു. അപ്പോൾ ശില്പക്ക് പോകാൻ തീരെ മനസ്സില്ല, പാവം കുട്ടി. എനക്കും ഉണ്ടായിരുന്നില്ല, പിന്നെ പോയാലേ പറ്റൂ. അങ്ങനെ നമ്മളെ ആ ട്രിപ്പ് അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത ഇതേപോലെ ഒരു ട്രിപ്പ് വേഗം തന്നെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നു. അപ്പം ഇതൊരു ചെറിയ ഒരു കുഞ്ഞി സ്റ്റേക്കേഷൻ വീഡിയോ പോലെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.